എൻവയോൺമെന്റൽ സ്റ്റഡീസിലെ യൂണിറ്റ് 8 ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഇന്നും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സാമൂഹ്യ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. നമ്മുടെ നമ്മളെ യൂണിറ്റിന്റെ പേര് ബയോഡൈവേഴ്സിറ്റി ആൻഡ് ത്രെഡ്സ് ആൻഡ് കൺസർവേഷൻ. ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താന്ന് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന്റെ പ്രാധാന്യം ഇത്രത്തോളം എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ഒന്ന് വിശദമായിട്ട് നോക്കാം. മനുഷ്യൻ ഭൂമിയിൽ ഏകദേശം നമുക്കറിയാം, ഏകദേശം ഒരു കണക്ക് പറയുകയാണെങ്കിൽ 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എന്തുണ്ട്, ഭൂമിയിൽ ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു. അതിലേറെ വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന് മുമ്പ് ഭൂമി ഉണ്ടായിരുന്നു. ഏകദേശം 4 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമി ഉണ്ടായി. അതിനുശേഷം ജീവജാലങ്ങൾ എന്ത് ചെയ്തു? ഒരുപാട് ജീവജാലങ്ങൾ ഭൂമിയിൽ വന്നു പോയി. അനേകായിരം ജീവജാലങ്ങൾ നശിച്ചുപോയി. ഓക്കെ, പല ജീവജാലങ്ങളും വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു. വംശനാശം സംഭവിച്ചു പോയ ഒരുപാട് ജീവജാലങ്ങളുണ്ട്. ഇന്നും പല ജീവജാലങ്ങളും വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. എന്താണ് ഈ വംശനാശ ഭീഷണിയുടെ കാരണം? ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 8 ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. യൂണിറ്റ് 8 നമ്മൾ കൺസർവേഷനെ കുറിച്ചും ത്രെട്ടിനെ കുറിച്ചുമാണ് പറയുന്നത്. നമ്മുടെ പാഠത്തിന്റെ പേര് ബയോഡൈവേഴ്സിറ്റി ത്രെഡ്സ് ആൻഡ് കൺസർവേഷൻ എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്, ധാരാളം ജീവജാലങ്ങൾ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. ഒരുപാട് നമുക്കറിയാം, സിംഹവാലൻ, കുരങ്ങ് മുതൽ അങ്ങോട്ട് ഇഷ്ടംപോലെ ജീവജാലങ്ങൾ ഇന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, വംശനാശ ഭീഷണി നേരിട്ടിട്ടുണ്ടെന്നാണ്. ഭൂമിയിൽ അനേകായിരം വർഷങ്ങൾ, ഏകദേശം 3.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് എന്നുണ്ട് ഭൂമിയിൽ ജീവൻ ആരംഭിച്ചിട്ടുണ്ട്. വളരെ കാലങ്ങൾക്ക് മുമ്പ്. നമുക്കറിയാം, ഏകകോശ ജീവിയായിട്ടും ബഹുകോശ ജീവിയായിട്ടൊക്കെ ഒരുപാട് ജീവജാലങ്ങൾ പണ്ടുണ്ടായിട്ടുണ്ട്. ഒരുപാട് ജീവജാലങ്ങൾ വന്നു പോയി, വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു. കുറെ നശിച്ചു, കുറെ ഇന്നുണ്ട്. അങ്ങനെ വളരെ പ്രാചീനമായിട്ട് മുമ്പ് കണ്ടിരുന്ന ജീവികളൊന്നും ഇന്നില്ല. ഓക്കെ, നമ്മൾ മനുഷ്യന്റെ പൂർവികർ എന്ന് പറയുന്ന ഹോമോ ഇറക്ടസ്, നിയാൻഡർതാലൻസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനങ്ങൾ ബയോളജിയിലൊക്കെ പഠിച്ചില്ലേ. ഈ സാധനങ്ങളൊന്നും ഇന്നില്ലല്ലോ. ഡൈനോസറുകൾ, ഇതൊന്നുമില്ല. ഇതൊക്കെ വംശനാശ ഭീഷണി നേരിട്ട് പോയി. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി, ഇന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ എൻവയോൺമെന്റലിസ്റ്റ് പറയുന്നത് ഇന്നത്തെ വംശനാശ ഭീഷണി 6th എക്സ്റ്റൻഷൻ ആണ്. 6th എക്സ്റ്റൻഷൻ, അത് ആറാം വംശനാശം ഭീഷണി, 6th എക്സ്റ്റൻഷൻ എപ്പിസോഡ് എന്നാണ് ഇതിനെക്കുറിച്ച് കൺസർവേറ്റീവ്സ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ കൺസർവേഷന്റെ സയന്റിസ്റ്റ് പറയുന്നത്. ഓക്കെ, ധാരാളം കാരണങ്ങൾ. ഇതിനൊരു പരിഹാരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ ഇതിന് പരിഹാരം കാണും? ഇതിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തുകൊണ്ടാണ് ഭൂമിയിൽ ഇങ്ങനെ വംശനാശ ഭീഷണി നേരിടുന്നത് എന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് ഹാബിറ്റേറ്റ് ലോസ് എന്ന് പറയുന്നത്. ഒരു ജീവിക്ക് ജീവിക്കാനുള്ള സ്ഥലം തന്നെ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ജീവിക്കും അല്ലെ. അങ്ങനെ ഇപ്പൊ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ബിഗ്ഗസ്റ്റ് ത്രെട്ട് എന്ന് പറഞ്ഞാൽ ഹാബിറ്റേറ്റ് ലോസ് ആണ്. ഓക്കെ, അധിക ജീവജാലങ്ങളും കാടുകളിലാണ് ജീവിക്കുന്നത് അല്ലെ. അപ്പൊ നിബിഡമായ വനങ്ങളിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾ, ഈ വനം ഇല്ലാതായി കഴിഞ്ഞാൽ, പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച് ഇതൊക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കാട് ഇങ്ങനെയാവും. ഇങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് ജീവികൾക്ക് നമുക്കറിയാം, ആന, കടുവ, ഇതൊക്കെ നാട്ടിലിറങ്ങുന്നു, പല ജീവികളെയും തന്നു, മനുഷ്യനെ തിന്നുന്നു എന്നൊക്കെ നമ്മൾ വാർത്തയിൽ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട് അല്ലെ. എന്തുകൊണ്ടാണ്? കാട് വെട്ടി നശിപ്പിച്ചു, അവർക്ക് ജീവിക്കാൻ സ്ഥലമില്ല, അപ്പൊ അവര് നാട്ടിലേക്ക് ഇറങ്ങും. ഇങ്ങനെയാണ് ജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇവരുടെ ആവാസ സ്ഥലം നഷ്ടമായി മാറുന്നത്. ഓക്കെ,
നമ്മള് മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? കൃഷിക്ക് വേണ്ടിയിട്ടുണ്ട്. ഇങ്ങനെ വെട്ടി നശിപ്പിക്കുന്നു ഫുഡിന് വേണ്ടിയിട്ട്. അതിലൂടെ എന്ത് സംഭവിക്കുന്നു? ജീവികൾക്ക്, മൃഗങ്ങൾക്ക് അവരുടെ ഫുഡും ഷെൽട്ടറും നഷ്ടമാവുന്നുണ്ട് അല്ലെ? ഇങ്ങനെ ലാർജസ്റ്റ് പ്രദേശങ്ങള് വെട്ടി നശിപ്പിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഐലൻഡ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വെട്ടി നശിപ്പിക്കുന്നു. ഇതോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട്? അവിടെയുള്ള ജീവജാലങ്ങൾ നഷ്ടമാവുന്നു. നമ്മൾ ഫുഡ് സൈക്കിളിനെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലെ? ഓരോ ജീവിയെയും തിന്നുന്ന മറ്റു ജീവികളുണ്ട് അല്ലെ? ഇപ്പൊ ഇതില് ഇപ്പൊ എക്സ് എന്ന ജീവി മറ്റൊന്നിനെ തിന്നുന്നു, അത് മറ്റൊന്നിനെ തിന്നുന്നു, അത് മറ്റൊന്നിനെ തിന്നുന്നു. ഈ ജീവജാലം നഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ ഇതിന് തിന്നാനൊന്നും ഉണ്ടാവില്ല. ഇതാണെങ്കിൽ തിന്നപ്പെടുകയില്ല. അപ്പൊ ഇതിന്റെ എണ്ണം കൂടും, ഇതിന്റെ എണ്ണം കുറയും അല്ലെ? അങ്ങനെ സംഭവിക്കുമല്ലോ അല്ലെ? അപ്പൊ ഒരു ജീവി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേറെയുള്ള ജീവജാലങ്ങളുടെ എണ്ണം പെരുകും. എന്താണ്? അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ എന്തുണ്ടാവും? നഷ്ടമാണ്. അതേപോലെ തന്നെ കോറൽ റീഫ്സിന്റെ എന്താണ് പലതരത്തിൽ. അപ്പൊ നമുക്ക് എന്താണ് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ, വെള്ളത്തിലെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ കോറൽ റീഫ്സ് നഷ്ടമാവും. നമുക്കറിയാം ഭൂമിയിലെ 10% കോറൽ റീഫ്സും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അതുപോലെ എന്താണ് ചില ജീവജാലങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ മറ്റു ജീവജാലങ്ങൾ എന്ത് ചെയ്യും? എന്താണ് നശിക്കാതെ പോകും. കാരണം അവരെ തിന്നുന്ന വേറെ ആൾക്കാരില്ലല്ലോ. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ഏകദേശം 75% ജീവജാലങ്ങളും പല പ്രദേശങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? നശിച്ചു പോയിട്ടുണ്ട്. ഓഷ്യൻ മേഖലയിൽ എന്താണ് നദികളിലും കടലിലൊക്കെ എന്ത് ചെയ്യുന്നു? പല ജീവജാലങ്ങളും നഷ്ടപ്പെടും. അതുപോലെ തന്നെ ഫ്രഷ് വാട്ടർ ലേക്സ്, ഈ ഫ്രഷ് വാട്ടർ ലേക്സിൽ എന്തുണ്ട്? പലതരത്തിലുള്ള മാലിന്യങ്ങളും മറ്റൊക്കെ വന്നു ചേരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ശുദ്ധജലം മലിനമായി മാറുന്നുണ്ട്. ശുദ്ധജലം മലിനമായി മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോഴും ജീവജാലങ്ങൾ നശിച്ചു പോകും അല്ലെ? അപ്പോ ജീവജാലങ്ങൾ നശിച്ചു പോവാൻ കാരണം യഥാർത്ഥത്തിൽ മനുഷ്യൻ തന്നെയാണ്. അതിനൊരു ഉദാഹരണമാണെന്ന് പറയുന്നത് ഇപ്പൊ പാസഞ്ചർ പീജിയൻ, അതായത് ഒരു പ്രാവാണിത്, പാസഞ്ചർ പീജിയൻ എന്ന് പറയുന്നത്. ഈ ജീവി ഏകദേശം 1914 ഇത് എന്ത് ചെയ്തു? ഇല്ലാതായി. ഒരു കാലത്ത് ആകാശം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്ന ഒരു ജീവിയാണിത് ഈ പാസഞ്ചർ പീജിയൻ എന്ന് പറഞ്ഞ ജീവി. ഓക്കെ. ഈ ജീവി 400ഓളം കിലോമീറ്ററോളം വിശാലമായി മണിക്കൂറുകളോളം സഞ്ചരിച്ചിരുന്ന ജീവിയാണ്. ഈ ജീവിയെ നമുക്ക് ഇന്ന് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ ഗ്രേറ്റ് ഇന്ത്യൻ റൈനോസിറോസിസ്, അതുപോലെ തന്നെ ഒരുപാട് ജീവജാലങ്ങൾ ഒറ്റൊന്നു പോലും ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? മനുഷ്യന്റെ ഹണ്ടിങ് കാരണം, ഭക്ഷണത്തിന് വേണ്ടി, എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്തു? മനുഷ്യനത് എന്ത് ചെയ്തു? നശിപ്പിച്ചു. അത് കാരണം എന്ത് ചെയ്ത്? കുറെ ജീവജാലങ്ങളെ ഇന്ന് എന്ത് ചെയ്തില്ല? കാണാതായി. അപ്പൊ അതുപോലെ ഡൊമസ്റ്റിക്കേഷൻ ട്രാപ്പ് മറ്റൊരു കാരണമാണ്. എന്തിന്? ജീവജാലങ്ങൾ ലോസ് ആവാൻ വേണ്ടിയിട്ട്. ചില ക്രോപ്പുകൾ ഇപ്പോ ഇപ്പൊ ചില സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യന് ഇപ്പൊ നെല്ല്, ഗോതമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ മനുഷ്യൻ കീഴടക്കി വെക്കുന്നുണ്ട്. മനുഷ്യന് കഴിക്കാൻ വേണ്ടിയുള്ള സാധനമല്ലേ അരി, ചോറൊക്കെ. അപ്പൊ മനുഷ്യൻ എവിടെ നെല്ലുണ്ടെങ്കിലും അതൊക്കെ മനുഷ്യൻ്റെതായിരിക്കും. അത് കാടില് വനങ്ങളിലോ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ കിടക്കുന്ന പൊന്തി വരുന്ന സാധനമാവില്ല. അപ്പൊ അതൊക്കെ മനുഷ്യൻ്റെതാകുമ്പോൾ ഇത് തിന്നുന്ന ജീവജാലങ്ങൾ നശിച്ചു പോകുന്നുണ്ട്. അത് മാത്രമല്ല, മനുഷ്യൻ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്ന പല ജീവജാലങ്ങളിൽ നിന്നും പല അസുഖങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? മറ്റ് ജീവജാലങ്ങൾക്ക് പടരുന്നുണ്ട്. അത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോ നമ്മൾ ഈ പാടത്തൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാളപൂട്ടൊക്കെ ചെയ്യല്ലോ. കാളപൂട്ടണ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ പ്രദേശത്ത് പലതരത്തിലുള്ള വളങ്ങൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ? ഈ വളങ്ങൾ, പെസ്റ്റുകളൊക്കെ പല വളങ്ങളും കീടനാശിനികളൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഈ കീടനാശിനികൾ ഇവരെ ബാധിക്കുന്നുണ്ട് അല്ലെ? ഈ കീടനാശിനികൾ ഇവരെ ബാധിക്കുമ്പോൾ ഇത് ജീവജാലങ്ങളെയും ബാധിക്കുന്നുണ്ട്. അത് മറ്റുള്ള ആളുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വളരെയധികം നെഗറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ DDT, അതുപോലെ പലതരത്തിലുള്ള പെസ്റ്റിസൈഡുകൾ, ഇതൊരു ഓരോ പ്രദേശവും വ്യത്യസ്ത രീതിയിലായിരിക്കും എന്താവുക? ഈ കീടനാശിനികളുടെ പ്രയോഗം ഉണ്ടാവും. ഇത് കാരണം എന്ത് ചെയ്യുന്നുണ്ട്? കീടനാശിനികളുടെ അമിതമായ പ്രയോഗം കാരണം മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യന് മാത്രമല്ല ഒരുപാട് ജീവജാലങ്ങൾ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട് അല്ലെ?
അപ്പൊ അതുപോലെ നമുക്കറിയാം അന്തരീക്ഷത്തിൽ മനുഷ്യന് എന്താണ് പലതരത്തിലുള്ള മരങ്ങൾ വെട്ടി നശിപ്പിച്ചു, അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടി, ഇങ്ങനെ കുറേ സംഭവങ്ങൾ കാരണം എന്ത് സംഭവിക്കുന്നുണ്ട്? അന്തരീക്ഷത്തിൽ ചൂട് കൂടും. ചൂട് കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം നമ്മളെ ഭൂമിയുടെ നോർത്ത് പോളിലും സൗത്ത് പോളിലും മഞ്ഞുണ്ട് അല്ലെ? മഞ്ഞുള്ള പ്രദേശങ്ങളാണ്. ഈ മഞ്ഞുകളൊക്കെ ഉരുകും. ഇവിടെയാണ് 90% ഓഫ് എന്താണ് ശുദ്ധജലവും ഈ മഞ്ഞിലാണുള്ളത്. ഈ പ്രദേശത്ത് ഉരുകി കഴിഞ്ഞാൽ ഈ ശുദ്ധജലമൊക്കെ എന്ത് ചെയ്യും? കടലിലേക്ക് പോവും. അതും ഒരുപാട് ജീവജാലങ്ങളും നശിക്കാനൊരു കാരണമാവുന്നുണ്ട് അല്ലേ? പിന്നെ മറ്റൊന്നാണെന്ത്? പോച്ചിങ്, ഹണ്ടിങ്. ഇപ്പൊ നമുക്കറിയാം എന്താണ് പല വേട്ടകൾ അല്ലെ? പല ജീവജാലങ്ങളെയും കൊമ്പിന്, നമുക്ക് ആനക്കൊമ്പിന് വേണ്ടി നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റിൽ എന്താണ് ഈ റൈനോസിനെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ കൊമ്പിന് വേണ്ടിയിട്ട് നമ്മൾ വേട്ടയാടുന്നു. പക്ഷെ നമ്മൾ കേരളക്കാര് നമുക്ക് പെട്ടെന്ന് ആന എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ആനക്കൊമ്പിന് വേണ്ടിയിട്ട് ആനയെ വേട്ടയാടുന്നുണ്ട്, പുലിപ്പല്ലിന് വേണ്ടി വേട്ടയാടുന്നുണ്ട്, അതുപോലെ തന്നെ റൈനോസിനെ എന്ത് ചെയ്യുന്നുണ്ട്? കൊമ്പിന് വേണ്ടി വേട്ടയാടുന്നുണ്ട്. ഇതൊക്കെ ഓരോ മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ടും മറ്റൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വളരെ വിലപ്പെട്ട സാധനങ്ങളാണ്. ഇപ്പൊ ഏകദേശം $24,000 വരുന്നുണ്ട് അത്രേ ഈ റൈനോസിന്റെ കൊമ്പിന്. അപ്പൊ ഇന്റർനാഷണൽ മാർക്കറ്റിൽ വില കൂടിയ സാധനമാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആളുകള് ഈ വസ്തുക്കളെയും ജീവജാലങ്ങളെയും കൊല്ലുന്നുണ്ട്. സ്പോർട്സിന് വേണ്ടിയിട്ട് ആൾക്കാരെ കൊല്ലുന്നുണ്ട് അല്ലെ? സ്പോർട്സിന് വേണ്ടിയിട്ടും എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കൊല്ലുന്നുണ്ട്. ജീവിക്കാൻ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? കൊല്ലുന്നുണ്ട്. പിന്നെ മറ്റൊന്നാണത് ഏലിയൻ ഇൻവേഷൻ. ഏലിയൻ ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ അന്യഗ്രഹ ജീവികൾ കേരളത്തിൽ വരുന്നതല്ല. ശരിക്കും നമുക്കറിയാം നമ്മളെ നാട്ടിലില്ലാത്ത സാധനങ്ങളെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അതിങ്ങനെ സ്പ്രെഡ് ആവും. ഓക്കെ. വാട്ടർ ഹയാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമാണ്. ഇത് വെള്ളത്തിലുള്ള ഒരു സാധനമാണ്. ഇത് എന്താണ്? ഇതിങ്ങനെ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാല്, ഇതിന്റെ മലയാളം പേരെന്താണാവോ? ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതിങ്ങനെ ഒന്നിട്ട് ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കും. കാരണം ഇത് തിന്നണ ജീവികളില്ല. ഇത് വേറെ ഏലിയൻ സ്പീഷീസ് ആണ്. വേറെ പ്രദേശങ്ങളിലുള്ള സാധനം ഇവിടെ നമ്മളെ ഇന്ത്യയിൽ റിവറിൽ കൊണ്ടുവന്നിട്ടപ്പോ എന്ത് ചെയ്യുന്നത്? ഇത് പെരുകാൻ തുടങ്ങി. കാരണം ഇത് തിന്നുന്ന ജീവികളില്ല. ഓക്കെ. ഇങ്ങനെ ഇത് തിന്നുന്ന ജീവികൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിന് പ്രിഡേറ്റേഴ്സ് എന്നാണ് പറയാം. അതിനുള്ള ശത്രുക്കള്. പ്രിഡേറ്റേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഈ സാധനം ഇങ്ങനെ പെരുകും. ഇതിങ്ങനെ പെരുകി കഴിഞ്ഞാൽ അവിടെ ജീവജാലങ്ങൾ, ഇതിന്റെ ഉള്ളിലുള്ള ജീവജാലങ്ങൾക്ക് എന്ത് ചെയ്യും? ശ്വാസം കിട്ടാതെ വരും. അത് ഈ ചിത്രം കണ്ടാൽ അറിയാം. പലതരത്തിലുള്ള മത്സ്യങ്ങൾ നദിയിലുണ്ടായിരുന്നു. അപ്പൊ ഒരു ചെടി ഇവിടെ വന്നാൽ വാട്ടർ ഹയാസിന്ത്, വാട്ടർ ഹയാസിന്ത് ഇത് വന്നു കഴിഞ്ഞാൽ, ഹയാസിന്ത് കേട്ടോ, ഇത് വന്നു കഴിഞ്ഞാൽ എന്താണ്? ഇതിങ്ങനെ മൊത്തം കവറാവും. കവറായി കഴിഞ്ഞാൽ ജീവജാലങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല, ശ്വാസം കിട്ടില്ല. ഇത് ഒരു ബ്രസീലിലുള്ള ഒരു സാധനമാണ്. ഇന്ത്യ 1886 ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ഇത് ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ പാർത്തീനിയം എന്ന് പറയുന്ന മറ്റൊരു വീട്, അതും എന്ത് ചെയ്യുന്നുണ്ട്? പലതരത്തിലുള്ള രോഗങ്ങൾ മനുഷ്യന് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതുപോലെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന സസ്യങ്ങളും ചെടികളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കൂടുതൽ പെരുകാൻ കാരണമാവുന്നുണ്ട് ഈ പ്രദേശത്ത്. കാരണം ഇത് തിന്നുന്ന ജീവജാലങ്ങൾ ഇല്ല. നമ്മളിപ്പോ ഇത് ബ്രസീലിലുള്ള സാധനമാണ് വാട്ടർ ഹയാസിന്ത് എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ബ്രസീലിൽ അത് തിന്നുന്ന ജീവികളുണ്ട്, പക്ഷെ ഇന്ത്യയിൽ അതില്ല. അപ്പൊ ഇത് കൊണ്ടുവരുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ സാധനങ്ങൾ തിന്നാതെ, അപ്പൊ അതങ്ങനെ കുറെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്, ഒരു ഏലിയൻ ഇൻവേഷൻ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം. അത് കാരണം എന്ത് ചെയ്യുന്നുണ്ട്? ജീവജാലങ്ങൾ ഇല്ലാതാവുന്നുണ്ട് അല്ലെ? എന്തുകൊണ്ടാണ് നമ്മൾ ഈ എന്താണ് ബയോഡൈവേഴ്സിറ്റി ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? എന്തിനാണ് നമ്മൾ ഇത് സംരക്ഷിക്കുന്നത്? നമുക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ? നമുക്ക് മനുഷ്യന്മാർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ടെക്നോളജി ഉണ്ട്, പൈസ ഉണ്ട്, നമുക്ക് എന്തുവാണെങ്കിലും ഉണ്ടാക്കാൻ. കൃത്രിമമായിട്ട് മഴ വരെ പെയ്യിപ്പിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. നമുക്ക് എന്തിനാണ് ഈ ബയോഡൈവേഴ്സിറ്റി ഇങ്ങനെ പ്രകൃതി എന്തിനെ സംരക്ഷിക്കണം നമുക്ക്? കാരണം എന്താണെന്ന് വെച്ചാല് പ്രകൃതി ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാവില്ല. ഒരു ജീവി വംശനാശ ഭീഷണി നേരിട്ട് കഴിഞ്ഞാൽ, അതില്ലാതായി കഴിഞ്ഞാൽ പിന്നെ അതിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. ഏത് സാധനത്തെയും നമുക്ക് കൃത്രിമമായിട്ട് ഉണ്ടാക്കാം, പക്ഷെ ജീവികളെയും സസ്യങ്ങളെയും ഉണ്ടാക്കാൻ കഴിയില്ല. ഓക്കെ. അതിൽ നിന്നുള്ള ഔഷധ ഗുണങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്യൂച്ചറിലുള്ള പലതരത്തിലുള്ള രോഗങ്ങളെയും ഈ നശിച്ചുപോകുന്ന പല ജീവജാലങ്ങളെയും സസ്യങ്ങളും പല രോഗങ്ങൾക്കും മരുന്നുകളാണ്. ഓക്കെ. നമുക്കറിയാം എല്ലാ പച്ചിലകളും എന്തെങ്കിലും ഒരു മരുന്നായിരിക്കും.
അത് നമ്മൾ നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും? പല രോഗങ്ങൾക്കും മരുന്ന് കിട്ടാതെ വരും. പല ജീവജാലങ്ങളും പ്രകൃതിയെ സംരക്ഷിക്കുന്നുണ്ട്, ക്ലീൻ ആക്കുന്നുണ്ട്, ശുദ്ധമാക്കി വെക്കുന്നുണ്ട്. ചെടികള്, സസ്യങ്ങള്, വനങ്ങള് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പ്രകൃതി എയർ പൊല്യൂഷനിൽ നിന്നും വാട്ടർ പൊല്യൂഷനിൽ നിന്നും സോയിൽ പൊല്യൂഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്, സംരക്ഷിച്ച് നിർത്തുന്നുണ്ട്. മനുഷ്യന് എന്ത് ചെയ്യുന്നുണ്ട്? ഇതൊക്കെ കൂടിയതാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയല്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയുടെ ഒരു ഭാഗമാണ്, സമൂഹത്തിന്റെ ഭാഗമാണ്, ബയോഡൈവേഴ്സിറ്റിന്റെ ഭാഗമാണ്. മനുഷ്യൻ ജീവിക്കണമെങ്കിൽ, മനുഷ്യൻ ഇവിടെ നിലനിൽക്കണമെങ്കിൽ എന്ത് ആവശ്യമാണ്? ഈ മറ്റുള്ള സാധനങ്ങളൊക്കെ ആവശ്യമാണ്. ഇലകളും ചെടികളും തേനുകളും വണ്ടുകളും കടുവയും. ആന നാട്ടിലിറങ്ങുന്നുണ്ട്, ആന ആളുകളെ കൊല്ലുന്നുണ്ട് പറഞ്ഞിട്ട് നമുക്ക് ആനയെ കൊല്ലാൻ പറ്റില്ല. കടുവ നാട്ടിലിറങ്ങുന്നുണ്ട്, കടുവ മനുഷ്യനെ കൊല്ലുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കടുവയെ മൊത്തം കൊന്നു കളയാൻ പറ്റില്ല. കാടുകളിൽ എന്താണ്, കാടുകൾ ഉള്ളതുകൊണ്ട് മനുഷ്യന് ജീവിക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് കാട് വെട്ടിയൊന്നും നശിപ്പിക്കാൻ പറ്റില്ല. ഇതൊക്കെ എന്താണ്? മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ്. ഓക്കെ, ഇല്ലാതായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മനുഷ്യന് നിലനിൽപ്പുണ്ടാവില്ല. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ കഴിയില്ലേ? ഇത് നമുക്ക് രണ്ട് രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ കൺസർവ് ചെയ്യാൻ പറ്റും. എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കാം. രണ്ട് തരത്തിലുള്ള പ്ലസ് ടുവിൽ നമ്മൾ പഠിച്ച സാധനം ഇൻസിറ്റു കൺസർവേഷൻ, എക്സിറ്റു കൺസർവേഷൻ. ഇൻസിറ്റു കൺസർവേഷൻ അല്ലെങ്കിൽ ഓൺ സൈറ്റ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിയെ, ഒരു ജീവിയെ ആ പ്രദേശത്ത് ഇട്ടുകൊണ്ട് തന്നെ സംരക്ഷിക്കുക. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ സിംഹവാലൻ, കുരങ്ങ് പോലുള്ള ജീവജാലങ്ങൾ എവിടെ കാണുന്നത്? സൈലന്റ് വാലിയിൽ മാത്രമാണ് കാണുന്നത്, ലോകത്ത് വേറെ ഇല്ല. അതേപോലെ തന്നെ ഓരോ ജീവജാലങ്ങളും ഓരോ പ്രദേശത്താണ് കാണുന്നത്. ആ ജീവിയെ അവിടെ വെച്ച് തന്നെ പ്രൊട്ടക്ട് ചെയ്യുക. പ്രൊട്ടക്ടിങ് ദ സ്പീഷീസ് ഇൻ നാച്ചുറൽ ഹാബിറ്റേറ്റ്. ഒരു പ്രദേശത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ജീവിയെ അവിടെ തന്നെ സംരക്ഷിക്കുന്നതിനാണ് എന്ത് പറയാം? ഇൻ സിറ്റു കൺസർവേഷൻ എന്ന് പറയാം. ഓക്കെ, എവിടെയാണോ അത് ജീവിക്കുന്നത് അവിടെ തന്നെ എന്ത് ചെയ്യണം? അതിനെ സംരക്ഷിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബഫർ സോണുകളൊക്കെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇൻ സിറ്റു കൺസർവേഷന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കോർ സോൺ ഉണ്ടായിരിക്കും, ബഫർ സോൺ ഉണ്ടായിരിക്കും, ട്രാൻസിഷൻ ഏരിയ ഉണ്ട്. ഒരു ചെറിയ ജീവി ഉണ്ടെന്ന് കരുതാ. ആ ജീവികൾ ജീവിക്കുന്ന പ്രദേശത്തെ കോർ സോണുകളായിട്ട് മനസ്സിലാക്കും. അവിടെ മനുഷ്യനൊന്നും ഉണ്ടാവില്ല, എൻട്രി ഉണ്ടാവില്ല. പിന്നെ അതിന് ചുറ്റും ഒരു ബഫർ സോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ടാവും. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിസർച്ചുകൾ, ലിമിറ്റഡ് ഗ്രാസിങ്, ചെറിയ എക്കണോമികൾ, ബിസിനസ്സുകളൊക്കെ പറ്റും. പിന്നെ അവിടെ ട്രാൻസിഷൻ ഏരിയ ഉണ്ടായിരിക്കും, മനുഷ്യനും ഒക്കെ കടക്കുന്ന പറ്റുന്ന ഒരു ഏരിയ ഉണ്ടാവും. ഇങ്ങനെ എന്ത് ചെയ്യും? പ്രകൃതിയെ സംരക്ഷിക്കും. ഒരു കോറിഡോർ കൊണ്ടുവന്നിട്ട് വംശനാശ ഭീഷണി നേരിടുന്ന സാധനങ്ങളെ ബഫർ സോണുകളാക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സംരക്ഷിക്കും. ഉദാഹരണമായിട്ട് ഇപ്പൊ പ്രൊജക്ട് ടൈഗർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്രൊജക്ട് ടൈഗർ 1973 ഗവൺമെന്റ് പ്രൊജക്ട് ടൈഗർ എന്ന് പറഞ്ഞ പേരിൽ എന്ത് ചെയ്ത് ഒരു ഇത് കൊണ്ടുവന്നത്, ടൈഗർ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് 1973 ഏപ്രിൽ 1. ഓക്കെ, ഒരു കോർ ബഫർ സോൺ ഉണ്ടാക്കുകയും ആ പ്രദേശത്ത് ഉള്ള ഇത്ര ടൈഗറുകൾ, ഏകദേശം 268 ടൈഗർ എന്ത് ചെയ്യുന്നുണ്ട്? സംരക്ഷിക്കും. എന്ത് ചെയ്യുന്നത്? അതിങ്ങനെ വളർന്ന് പിന്നീട് എന്ത് ചെയ്തു? വലിയ വലിയ ടൈഗർ റിസർവ് ഒക്കെ ആയി മാറി. അതൊക്കെ അപ്പൊ ടൈഗറിനെ പോലുള്ള ജീവജാലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? സംരക്ഷിക്കാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എക്സിറ്റു കൺസർവേഷൻ. എക്സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ആർട്ടിഫിഷ്യൽ സ്ഥലം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവിടെ സംരക്ഷിക്കുക. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? എവിടെയാണ് ജീവിക്കുന്നത് അവിടെ ജീവിക്കുക. അതിപ്പോ നമ്മൾ നേരത്തെ നാച്ചുറൽ പാർക്കുകൾ, സാനിറ്ററീസ്, ഇങ്ങനെ ഇവിടെയൊക്കെ നിലനിർത്തുന്നതിന് ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയാം. എക്സിറ്റു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ സൂകള്, അതുപോലെ സീഡ് ബാങ്കുകൾ, ഇങ്ങനെ കൃത്രിമമായിട്ടൊരു സ്ഥലം ഉണ്ടാക്കിയിട്ട്, ലാബുകൾ ഉണ്ടാക്കിയിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നതിനെയാണ് എന്ത് പറയാം? എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയാം. ഇത് കണ്ടോ, വിത്തുകളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സീഡ് ബാങ്കുകൾ. വളരെ കാലം കഴിഞ്ഞാലും ഈ സീഡ് ബാങ്കിൽ ഈ സീഡ് ഉണ്ടായിരിക്കും. അതുപോലെ സൂകളിലും വംശനാശം ഭീഷണി ചേരുന്ന ജീവികളെ സൂകളിൽ കൊണ്ടുവരാം. അതുപോലെ ബയോടെക്, പലതരത്തിലുള്ള ക്ലോണിങ് ഉപയോഗിച്ച്, ക്ലോണിങ് മെത്തേഡൊക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ജീവികളെ സംരക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കറിയാം എന്താണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗവൺമെന്റ് ഈ വംശനാശ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിലൊന്നാണെന്ത്? MAB പ്രോഗ്രാം, മാൻ ബയോസ്ഫിയർ റിലേഷൻഷിപ്പ് പ്രോഗ്രാം. എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യനും ജീവജാലവും ഒരേപോലെ നിലക്കുന്ന പ്രദേശങ്ങളും പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ പദ്ധതികൾ. അതുപോലെ വെറ്റ്ലാൻഡ് കൺസർവേഷൻ, റംസാർ സൈറ്റുകൾ,
ഇപ്പൊ ഇതിലൂടെ ഭാഗമായിട്ട് ചതുപ്പ് നിലങ്ങള്, കണ്ടൽക്കാടുകൾ ഇതൊക്കെ സംരക്ഷിക്കുക. ഇങ്ങനെ കുറെ പദ്ധതികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെന്റ് ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് മനുഷ്യനും പ്രകൃതിയും ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു 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 രീതി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വംശനാശ ഭീഷണി നേരിടും, ജീവജാലങ്ങൾ ഉണ്ടാവും, നശിച്ചു പോവും. ഇപ്പൊ നമ്മൾ പഴയ കാലത്ത് ഇപ്പൊ നമുക്ക് വന്ന മനുഷ്യന്റെ പ്രവർത്തനം കാരണം എന്ത് ചെയ്യുന്നുണ്ട്, പല ജീവജാലങ്ങളും നശിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, അതിലൂടെ അത് നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻസിത്തു എക്സിത്തു കൺസർവേഷൻ ചെയ്യുന്നതിലൂടെ നമ്മൾ പറഞ്ഞു ഏത് പ്രദേശത്താണ് അവിടെ തന്നെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ വേറെ പ്രദേശത്ത് സംരക്ഷിക്കുക. ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സസ്റ്റൈനബിൾ ഫ്യൂച്ചർ, നമുക്ക് ലഭിക്കാത്ത ഗുണങ്ങൾ, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങളും ഗുണങ്ങളും നമ്മളെ ഭാവി തലമുറയ്ക്ക് ലഭിക്കും. അതെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹ്യൂമൺ ആക്ടിവിറ്റി കാരണം ഉണ്ടാവുന്ന, പ്രകൃതിയിൽ ഉണ്ടാവുന്ന ദോഷങ്ങൾ ഇല്ലാതാവാൻ കാരണമാവും. ഓക്കെ, അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം, മനുഷ്യന്റെ പ്രവർത്തനം കാരണം എന്ത് ചെയ്യുന്നുണ്ട്, പ്രകൃതി ജീവജാലങ്ങളും സസ്യജാലങ്ങളും നശിച്ചു പോകുന്നുണ്ട്. അതിന് പരിഹാരമായിട്ട് 2 പോയിന്റാണ് നമ്മൾ പറഞ്ഞല്ലേ. ഒന്ന് ഇൻസിത്തു എക്സിത്തു കൺസർവേഷൻ. ഇൻസിത്തു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എവിടെയാണോ ജീവി ഉള്ളത് അവിടെ തന്നെ ഇട്ടിട്ട് സംരക്ഷിക്കുക. എക്സിത്തു കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു പ്രദേശത്ത് പോയിട്ട് സംരക്ഷിക്കുക. അപ്പൊ ഈ 2 രീതിയിലൂടെയും പ്രകൃതിയെ സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വരും തലമുറയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയുള്ളൂ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സാമൂഹ്യ ജീവിയാണ്, പ്രകൃതിയുടെ ഭാഗമാണ്. മനുഷ്യൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ജീവിക്കാൻ കഴിയില്ല. മനുഷ്യന് എത്ര സമ്പത്തുണ്ടെങ്കിലും മഴ കൃത്രിമമായിട്ട് മഴ പെയ്യിപ്പിച്ചിട്ടും കാടുകൾ നിർമ്മിച്ചു എന്ന് കരുതിയിട്ട് ഒന്നും എന്തില്ല, മനുഷ്യന് ഒറ്റയ്ക്ക് ഒരിക്കലും ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. മനുഷ്യന് ജീവിക്കണമെങ്കിൽ പ്രകൃതി ആവശ്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രകൃതിയെ സംരക്ഷിക്കണം. ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോയിന്റുകൾ ഉണ്ടല്ലോ. ഇപ്പോൾ ഓരോ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതെല്ലാം രീതിയിൽ ജീവജാലങ്ങൾ നശിച്ചു പോകുന്നു എന്ന കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യുക. ഓരോ കാരണങ്ങൾ പരിശോധിക്കുക. എന്തുകൊണ്ടാണ് ജീവജാലങ്ങൾ നശിച്ചു പോകുന്നത്, അതിന് പരിഹാരം എന്താണ്, ഇതൊക്കെയാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങളെ മനസ്സിലിരിക്കേണ്ട 2 കാര്യങ്ങൾ, ഒന്ന് എന്തുകൊണ്ടാണ് ജീവജാലങ്ങൾ നശിച്ചു പോകുന്നത്, അതിന് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ മറ്റൊന്ന്, ഇതിനെന്താണ് പരിഹാരം. 2 പരിഹാരം നമ്മൾ പറഞ്ഞല്ലോ, ഇൻസിത്തു കൺസർവേഷൻ, എക്സിത്തു കൺസർവേഷൻ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ, ചോദിച്ചോളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം, നോട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം, ഈ ക്ലാസ്സിന്റെ വീഡിയോ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം, എന്നോട് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.